ഇത്ര ജനപ്രീതിയുള്ള ബി ജെ പിയിലെ ഒരു സ്ത്രീ നേതാവ് ഇതിനു മുൻപോ ഇതിന് ശേഷം ഇനി ഉണ്ടാവുമോ എന്നറിയില്ല. പക്ഷേ ഇത്ര കാലത്തിനിടയിൽ ശോഭയുടെ അത്ര ജനപ്രീതിയുള്ള ഒരു നേതാവ് ബി ജെ പിയിൽ മുൻപുണ്ടായിട്ടില്ല. ഇപ്പോഴവർക്ക് മാത്രമാണ് അതിനുള്ള അവകാശം. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും ബി ജെ പി നേതാക്കൾക്കിടയിലും സമൂഹത്തിനിടയിലും സ്ത്രീകൾക്കിടയിലും ശോഭയ്ക്കുള്ള ഒരു അംഗീകാരം കൂടുതലാണ്. ആ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിലവിൽ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യ വരിയായി ഞാൻ വെക്കുക, ശോഭയുടെ ശോഭ നിലവിൽ അവരുടെ പ്രവർത്തകർ തന്നെ അത്രയും അധികം തിരിച്ചറിയുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നതെന്നാണ്. മുൻപ് അവർ ചില ഇതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടോ. അവർക്ക് ചില തഴയലുകൾ അവർക്ക് അനുഭവപ്പെട്ട സമയം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ 7 ജില്ലാ കമ്മിറ്റികളൊക്കെ അവരുടെ 10 മാസം വരെ കാലമുണ്ടായിരുന്നു. അതെ അതെ, ആ സമയത്താണ് ഇപ്പോൾ അവർ 7 ജില്ലാ കമ്മിറ്റികളടക്കം അവരെ അവരുടേതായ എ ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് വേണം എന്നാവശ്യപ്പെടുന്നത്. ഇതിപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിലവിൽ ഈ ഘട്ടത്തിൽ അവർ കാണുന്നത് ഈ പറയുന്ന പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ മത്സരിപ്പിച്ചപ്പോൾ അവർ കുത്തനെ വോട്ട് ശതമാനം ഉയർത്തി എന്നുള്ളതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമുക്ക് ഏറ്റവും റീസെൻ്റായിട്ട് പ്രേക്ഷകർക്ക് തന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുന്നത് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോഴായിരിക്കും. കാരണം 11% അവർ അവിടെ വോട്ട് ഉയർത്തിയത്, അല്ലെ 28% അതിന് മുകളിലായിട്ട് അവർക്ക് വോട്ട് സമാഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ പാലക്കാടിനെ തന്നെ ബി ജെ പി വിശേഷിപ്പിക്കുന്ന എ ക്ലാസ് മണ്ഡലമായിട്ട് ഉയർത്തിയത് ശോഭയാണ്. ആദ്യഘട്ടത്തിൽ രണ്ടാമത് എനിക്കൊന്ന് ബി ജെ പി രണ്ടാമത് എത്തുന്ന മണ്ഡലം നിയമസഭാ മണ്ഡലമായിരിക്കും. അതുപോലെ ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവർ അവിടെയും വോട്ട് ശതമാനം ഉയർത്തിയിരുന്നു. അതിൽ തന്നെ അതിൻ്റെ ഒരു കണക്കേ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. RDXന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത കൂട്ടത്തിൽ അതിൽ നിന്ന് എടുത്ത, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ 2019 NDA നേടിയ വോട്ടുകളെക്കാൾ 1.11 ലക്ഷം വോട്ടുകളാണ് അധികമായിട്ട് നേടിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ 92,000 വോട്ടുകൾ എന്നത് 2.48 ലക്ഷമാക്കിയാണ് ഉയർത്തുന്നത്. ആ വ്യത്യാസം ആലോചിച്ച് നോക്കി. ലക്ഷത്തിന്റെ കണക്ക് പറയുമ്പോഴാണ് സുജിത്തെ, ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു പൊതുപരിപാടിക്ക് 1 ലക്ഷം ആളുകൾ വരിക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഒരു ഗ്രാവിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ അവരൊരു ക്രൗഡ് പുള്ളറാണ് ശരിക്കും ബി ജെ പിയിലെ.